ശ്രീ രവിചന്ദ്രൻ 40 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതാണ് അടുത്ത സമയം. വേദാന്തം എന്ന് പറയുന്ന ഒരു വേദാന്തം ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അദ്ദേഹം അത് ഉന്നയിച്ചു. തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറയാൻ കാരണം വേദാന്തം എന്ന് പറയുന്നത് വേദത്തിന്റെ അന്തമായി വരുന്ന ചിന്താസരണിയാണെങ്കിൽ ദ്വൈതവും അദ്വൈതവും ഒന്നാണ് എന്ന് പറയണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ദ്വൈതത്തിന്റെ ഏതാണ്ട് അദ്വൈതം എന്ന് പറയുന്നത് ദ്വൈതത്തിന്റെ വിപരീതമാണ്. ഇത് രണ്ടും വേദാന്തമാകുമ്പോൾ ശങ്കരന്റെ വേദാന്തം എന്ന് പ്രത്യേകമായി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് ഭാഷ്യം ചമർച്ച 20-ൽ പരം പണ്ഡിതന്മാർ, ഇവർക്ക് ആർക്കും തോന്നാത്ത സാധനമാണ് യഥാർത്ഥ ഒരു ധാരണയാണ് ഗൗഡപാദർക്കും ശങ്കരനും തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ബ്രാൻഡ് ചെയ്ത് കൃത്യമായി പറഞ്ഞെങ്കിലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ പ്രപഞ്ച സമസ്യകൾ തമ്മിലുള്ള സംബന്ധിച്ച രഹസ്യങ്ങൾ അറിയാൻ അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ അറിയാൻ ജിജ്ഞാസയുണ്ട്. നമുക്കറിയാം, സയൻസ് എന്ന് പറയുന്നത് ക്രമമായ ഒരു അന്വേഷണ പദ്ധതിയാണ്. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ സയൻസിന് ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ചിന്താ പദ്ധതി ഉണ്ട്, ഒരു മോഡലുണ്ട്. പക്ഷെ എങ്ങനെയാണ് എന്ന് കൃത്യമായി പറയാനായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള തെളിവുകൾ നമ്മൾ സംഭരിച്ചു വരികയാണ്. ഇത് അനുസ്യൂതമായിട്ടുള്ള ഒരു അന്വേഷണ പ്രക്രിയയാണ്. പക്ഷെ ചില ആൾക്കാരുണ്ട്, അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവരെല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചവരാണ്. സയൻസ് അങ്ങനെയല്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മൾ എവിടെ നിന്ന് വന്നു, അവരുടെ ഉത്തരവുണ്ട്. എങ്ങോട്ട് പോകുന്നു, ഉത്തരവുണ്ട്. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, അടിപൊളി ഉത്തരവാണ്. ഇങ്ങനെ ഉത്തരം കൊടുക്കൽ എന്ന് പറയുന്നത് വളരെ അപഹാസ്യമായ രീതിയാണ്. കാര്യം ഉത്തരങ്ങൾ കൊടുക്കുക എളുപ്പമാണ്. there are false answers can be distributed very easily. അതുകൊണ്ട് ഒരു ചോദ്യം ഇല്ലാതാകുകയോ അതിനെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയോ ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള വ്യാജ ഉത്തരങ്ങളാണ് മതം അല്ലെങ്കിൽ മതചിന്തകർ കാലങ്ങളായി നൽകി വരുന്നത്. ശങ്കര വേദാന്തവും അത്തരത്തിലുള്ള ഒരു വ്യാജ ഉത്തരവാണ്. ഞാൻ ആരംഭത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ശാസ്ത്രീയമല്ല എന്നുള്ളതിന് 3 അല്ല എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് എന്ന് ഞാൻ പറയാം. ആദ്യമായി നമ്മൾ ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ സയൻസ് ആണ്. മോഡേൺ സയൻസിന് ഒരു മെത്തഡോളജി ഉണ്ട്, അതിന് പാരാമീറ്റേഴ്സ് ഉണ്ട്, മാനദണ്ഡങ്ങളുണ്ട്, അതിന് ടൂൾസ് ഉണ്ട്. അത് വെച്ച് ശങ്കര വേദാന്തം എന്ന് പറയുന്ന ഒരു യക്ഷിക്കഥ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് അമ്പയെ തകർന്നു പോകും. യാതൊരു നിലനിൽപ്പും ഇല്ല. അതുകൊണ്ട് ആ വകുപ്പിൽ അത് ശാസ്ത്രീയമല്ല. 2, ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ ശാസ്ത്രിക്കപ്പെട്ടത് എന്തോ ശാസ്ത്രം എന്നുള്ളൊരർത്ഥമുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് കളക്ടർ ഓർഡർ കൊടുക്കാതിരിക്കുമ്പോഴും പോലീസിന്റെ സഹായത്തോടു കൂടി കമ്പക്കെട്ട് നടത്താം എന്ന് പ്രാചീന ജനങ്ങൾ ശാസിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ശാസ്ത്രമായിട്ട് വെച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ മുതലക്കുളത്തിൽ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ, വിവാഹത്തിന് തൊട്ട് മുന്നേ മുതലക്കുളത്തിൽ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമാനായിട്ടുള്ള മകനെ കിട്ടും എന്ന് പ്രാചീനര് അല്ലെങ്കിൽ മുതിർന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു ശാസനമാണ്. പക്ഷിശാസ്ത്രം, ഗൗളിശാസ്ത്രം, അങ്ങനെ ഒരുപാട് ശാസ്ത്രങ്ങൾ അല്ലാത്തതില്ല. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ശങ്കര വേദാന്തം ഒരു ശാസ്ത്രമാണോ എന്നുള്ള ചോദ്യം, ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ശാസ്ത്രമാണ്. പക്ഷേ ആ രീതിയിൽ നോക്കിയാലും വേറൊരു പ്രശ്നമുണ്ട്. അതെന്താണ്? ശങ്കര വേദാന്തം യഥാർത്ഥത്തിൽ ഇന്ന് ക്ലെയിം ചെയ്യുന്നത് ആദ്യകാല ബ്രാഹ്മണ മതവും കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിനുള്ളിൽ ഉരുവം കൊണ്ടുവന്ന ഹിന്ദു മതവുമാണ്. ഈ മതങ്ങളാണത് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഹിന്ദു മതത്തിൻ്റെതായിട്ടുള്ള ഒരു ചിന്താസരണിയും രീതികളും ഉണ്ട്. അപ്പൊ അവർക്ക് ശാസ്ത്രം എന്ന് പറയാവുന്ന കുറെ ഗ്രന്ഥങ്ങളുണ്ട്, വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, ധർമ്മശാസ്ത്രങ്ങളുണ്ട്, ഈവൻ പുരാണങ്ങൾ പോലും. പുരാണങ്ങളൊക്കെ കഥകളായതുകൊണ്ട് അവർ എടുക്കുന്നുണ്ടാവില്ല. പക്ഷെ കുറേയധികം ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളുടെ പിൻബലം ഉള്ളതിനെയാണ് ശാസ്ത്രീയം എന്ന് പറയുന്നത്. നോട്ട് ദ പോയിന്റ്. ആ ഗ്രന്ഥങ്ങളുടെ പിൻബലം ഉള്ളതാണോ ശങ്കര വേദാന്തം എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. അതായത് ഹൈന്ദവ ദർശനങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള മതസാഹിത്യത്തിന്റെ ശരിയായ പിന്തുണ ശങ്കര വേദാന്തത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ശങ്കര വേദാന്തത്തിന്റെ പിന്തുണ വരുന്നത് ബുദ്ധമതത്തിൽ നിന്നാണ്. ഇപ്പൊ ചെല്ലം പറയും ശങ്കരനെ പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിച്ചു, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ കുറെ എസ്സേകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് ശരിയല്ല എന്ന് ഇവിടെ തെളിയിക്കണം. ശങ്കര വേദാന്തത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബുദ്ധമതമാണ്. ബുദ്ധമതം നിങ്ങൾ ശാസ്ത്രമായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ജൈനമതം നിങ്ങൾ ശാസ്ത്രമായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ശങ്കര വേദാന്തം ശാസ്ത്രീയമാണ്, അല്ലെങ്കിൽ ശാസ്ത്രീയമല്ല. രണ്ടാമത്തെ അല്ല. ഇനി മൂന്നാമത്തെ അല്ല എന്താണ്? സയൻസിൽ നിന്നും വിട്ടുകൊണ്ട്, മതശാസ്ത്രങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് നമ്മുടെ ശാസ്ത്രം എന്ന് പറയുന്ന കുറെ പ്രമാണങ്ങളൊക്കെ ഉണ്ട്. ഒരു കോമൺ സെൻസ് നോളജ്. ഉദാഹരണമായിട്ട് പല സെക്കുലർ ആയിട്ടുള്ള പല നോളജസും ഉണ്ട്. അത് നമ്മൾ പറയും, അത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ യുക്തി ഉണ്ടാവും, റൈം ഉണ്ടാവും, റീസൺ ഉണ്ടാവും, എവിഡൻസ് ഉണ്ടാവും. പക്ഷെ അത് സയൻസ് ആയിരിക്കില്ല. സയൻസിന്റെ മെത്തഡോളജി വെച്ചതിനെ അതിനെ പരിഹരിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിർദ്ധാരണം ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അതൊരു സംവാട്ട് ലുക്ക് ലൈക്ക് എ കോമൺ സെൻസ് സയൻസ്. അങ്ങനെ ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രമാണോ അങ്ങനെ വരുമ്പോൾ അവിടെ എന്തൊക്കെയാണ് വേണ്ടത്? അവിടെ റൈം വേണം,
അതായത് താളപ്പൊരുത്തം വേണം, ഉന്നയിക്കുന്ന വാദങ്ങളും ആദ്യവാദങ്ങളും മധ്യത്തിലുള്ള വാദങ്ങളും പിന്നീടുള്ള വാദങ്ങളും എല്ലാം പൊരുത്തപ്പെടണം, എവിഡൻസസ്, പോസിബിൾ എവിഡൻസസ്, യുക്തി ഉണ്ടാവണം. ഇതൊക്കെ ഉള്ളതാണോ ശങ്കര വേദാന്തം? ആ രീതിയിൽ മൂന്നാമത്തെ തലത്തിൽ അത് ശാസ്ത്രീയമാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല. അങ്ങനെ മൂന്ന് രീതിയിലും ശങ്കര വേദാന്തം ശാസ്ത്രീയമല്ല. സയൻസ് വൈസ് അല്ല, ഹൈന്ദവ ദർശനങ്ങളുടെ കൃത്യമായ പിന്തുണ വെച്ച് നോക്കുമ്പോൾ അല്ല, മൂന്ന് ഒരു കോമൺ സെൻസ് വർക്കിംഗ് മെത്തഡോളജിക്കൽ സയൻസ് എന്ന് പറയാവുന്നത് വെച്ച് നോക്കുമ്പോഴും അല്ല. ആദ്യത്തെ നോക്കുക, സയൻസിന്റെ ഒരുപാട് ബേസിക് മെത്തഡോളജീസ് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു ഫാൾസിഫയബിൾ ക്ലെയിം ആയിരിക്കണം. ഒരു ഫാൾസിഫയബിൾ ക്ലെയിം ആണെങ്കിൽ നമ്മൾ സയൻസ് എന്ന് പറയും. എന്താണ് ഫാൾസിഫയബിലിറ്റി? ഒരു വാദം നമ്മൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാണെന്നോ തെറ്റാണെന്നോ തെളിയിക്കാൻ സാധിക്കണം. ശരിയാണെന്നോ തെറ്റാണെന്നോ തെളിയിക്കാൻ സാധിക്കാത്ത വാദങ്ങളൊന്നും സയൻസിന്റെ പരിധിയിൽപ്പെടുന്നതല്ല. ഉദാഹരണമായിട്ട് ബ്രഹ്മം എന്നൊരെണ്ണം ഉണ്ട്, അല്ലെ അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ തെറ്റാണെന്ന് തെളിയിക്കും, അല്ലെ എങ്ങനെ ശരിയാണെന്ന് തെളിയിക്കും? എന്താണ് അതിന്റെ തെളിവുകൾ? സയന്റിഫിക് ആയിട്ട് അത് പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. അത് പ്രൂവ് ചെയ്യാനും സാധിക്കില്ല, ഡിസ്പ്രൂവ് ചെയ്യാനും സാധിക്കില്ല. അത് ഫാൾസിഫയബിൾ അല്ല. അതുകൊണ്ട് അത് ശാസ്ത്രമല്ല, കപടശാസ്ത്രമാണ്. രണ്ട്, ശങ്കര വേദാന്തം അല്ലെങ്കിൽ അദ്വൈത വേദാന്തം അല്ലെങ്കിൽ മായാവാദം അടിസ്ഥാനമാക്കുന്നത് വ്യക്തിഗത അനുഭവങ്ങളാണ്. അത് അനക്ഡോട്ട്സ് ആണ്. ഒരു വ്യക്തിക്കുണ്ടാകുന്ന അനുഭവത്തെ നമ്മൾ പൊതുസമ്മതിയോടെ കാണാൻ സാധിക്കില്ല. അത് അനക്ഡോട്ടൽ ഫാലസി എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ എന്താ, ശോഭൻ സർക്കാർ എന്ന് പറയുന്ന ഒരു സന്യാസി 2 വർഷത്തിന് മുമ്പ് ഉന്നാവോ ഡിസ്ട്രിക്റ്റിൽ, യുപിയിലെ ഉന്നാവോ ഡിസ്ട്രിക്റ്റിൽ അദ്ദേഹം അവിടുത്തെ നിവാസിയാണ്. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അതായത് തൊട്ടടുത്തുള്ള റാംബക്ഷൻ എന്ന് പറയുന്ന 180 വർഷം പഴക്കമുള്ള ഒരു കൊട്ടാരം, റാംബക്ഷൻ സിംഗ് എന്ന് പറയുന്ന രാജാവ് ഭരിച്ചിരുന്ന ഒരു കൊട്ടാരത്തിനടുത്ത് 2500 ടൺ സ്വർണം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന് വെളിപാടുണ്ടായത്. അദ്ദേഹത്തിന്റെ ബോധമാണ്, തുര്യമാണോ സുഷുപ്തിയാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഉടനെ എന്ത് ചെയ്തു? അദ്ദേഹം അത് പരസ്യം ചെയ്തു. 2500 ടൺ സ്വർണം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ വളരെ യുക്തിപൂർവ്വം ചിന്തിക്കുന്ന നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതുമായി ബന്ധപ്പെട്ട ആർക്കിയോളജിക്കൽ വകുപ്പും ASIയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഇവരെല്ലാം കൂടെ മണ്ണുമാന്തികളും JCBകളും ക്യാമറകളും എല്ലാമായിട്ട് ഇയാൾ പറഞ്ഞ സ്ഥലത്ത് കുഴിക്കാൻ തുടങ്ങി. ചാനലുകളിൽ ലൈവായിട്ട് സംപ്രേഷണം ചെയ്തു. അദ്ദേഹത്തിന്റെ വെളിപാടാണ്. എന്നിട്ട് 2-3 അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഊക്കയൊക്കെ വലിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. എല്ലാവരും ചെന്ന് പുട്ടുകുറ്റി അദ്ദേഹത്തിന് മുന്നിൽ കൊടുത്തു. അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുഴിപ്പ് കൂടുന്നതനുസരിച്ച് ആള് കൂടി, കുറെ കഴിഞ്ഞപ്പോൾ കൂടിയ ആളുകൾ വെള്ളം വലിയാൻ തുടങ്ങി. 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉത്സവം കഴിഞ്ഞ പൂരപ്പുറം പോലെ ആ സൈറ്റായി. കുഴിച്ച് ഒരുപാടങ്ങ് ചെന്നു. അപ്പോ ആളുകൾ പറഞ്ഞു, സ്വാമി നമ്മൾ കുഴിച്ചെടുത്തൊന്നും കണ്ടില്ലല്ലോ, ഇതൊരു അമിട്ടായിരുന്നു എന്ന് പറഞ്ഞു. അതല്ല, നിങ്ങൾ നേരെ കുഴിക്കാത്തതിന്റെ പ്രശ്നമാണ്, അല്ലേ? നോ ട്രൂ സ്കോട്ട്സ്മാൻ എന്ന് പറയും. നിങ്ങൾ ഇങ്ങനെയല്ല കുഴിക്കേണ്ട. മതം പൊതുവിൽ വെക്കുന്ന ഒരു ഇതാണല്ലേ. ഒരാളൊരു ടെററിസം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയും അയാൾ യഥാർത്ഥ മതവിശ്വാസി അല്ല എന്ന് പറയും, അല്ലേ? അതേപോലെ നിങ്ങളുടെ കുഴിപ്പ് അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല, അതാണ് പ്രശ്നം എന്ന് പറയും. എന്നിട്ട് ഇവർ വീണ്ടും കുഴിച്ചു. അവസാനം ഇവരെല്ലാം പുറക്കി കേന്ദ്ര മന്ത്രിസഭയുടെ അടുത്ത് തിരിച്ചു കൊണ്ടുപോയി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, തൊട്ടടുത്ത് ഏതാണ്ട് 250 കിലോമീറ്റർ ഉള്ള വേറെ ഒരു നഗരത്തിൽ അവിടെ ഏതാണ്ട് 25,000 ടൺ സ്വർണം ഒളിപ്പിച്ചായിട്ട് എനിക്ക് ദർശനം കിട്ടി, നിങ്ങൾ അത് പോയി കിളയ്ക്കാൻ പറഞ്ഞു. അപ്പൊ അന്ന് മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രി. 25,000 ടൺ സ്വർണം ഇന്ത്യക്ക് കിട്ടാനുള്ള കനകാവസരം തുലച്ചുകൊണ്ട് മൻമോഹൻ സിംഗ് അതിൽ നിഷ്ക്രിയത പാലിക്കാണ് ഉണ്ടായത്. ഇതാണ് ഒരു വെളിപാട് അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തി തലത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളെ നമ്മൾ പൊതുസമ്മതിയോടെ ഒരു പൊതുധാരണയോടെ അവതരിപ്പിക്കുമ്പോൾ പ്രശ്നം. അത് സയൻസേ അല്ല. ഇനി മറ്റൊന്നുള്ള റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത്, ഒരാൾക്ക് ഒരു അനുഭവം ഒരു ദിവസം ഉണ്ടായാൽ മാത്രം പോരാ. നിങ്ങൾക്ക് വയറുവേദന വരുമ്പോൾ അല്ലെങ്കിൽ അൾസറിന്റെ പ്രശ്നം ഉണ്ടാവും, വയറുവേദന ഉണ്ടാവും. അത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വയറുവേദന ഇല്ല എങ്കിൽ നിങ്ങളൊരു വയറുവേദന രോഗിയായിട്ട് നിങ്ങളെ ആരും എടുക്കില്ല. ശാസ്ത്രം അങ്ങനെയല്ല. നമ്മളൊരു സയൻസിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തും എല്ലായിടത്തും അപ്രോക്സിമേറ്റ്ലി അത് പ്രൂവ് ചെയ്യാൻ കഴിയും. അബ്സല്യൂട്ട് ആയിട്ടല്ല ഞാൻ പറഞ്ഞു, അപ്രോക്സിമേറ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ റിപ്പീറ്റബിലിറ്റി, ആവർത്തന ക്ഷമത ഉണ്ടാവും, അസത്യവൽക്കരണ ക്ഷമത ഉണ്ടാവും. അതുപോലെ തന്നെ അത് വ്യക്തിയെ ആശ്രയിച്ച, വ്യക്തി പോയി കഴിഞ്ഞാൽ മാറുന്നതല്ല സയൻസിലെ കാര്യങ്ങൾ. ഇപ്പൊ ന്യൂട്ടൺ പോയി കഴിഞ്ഞാൽ ന്യൂട്ടന്റെ നിയമങ്ങൾ പോവില്ല. ന്യൂട്ടന്റെ അനുഭവങ്ങളോ വെളിപാടോ സ്വപ്നങ്ങളോ അല്ല നിയമങ്ങൾ. അപ്പൊ ആ രീതിയിലും അത് അങ്ങനെയല്ല. ഇനി മാത്രമല്ല, വ്യക്തി തലത്തിൽ ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദ്യമുണ്ട്. മനീഷ പഞ്ചകം എന്ന് പറയുന്നുണ്ട്. മനീഷ പഞ്ചകത്തിൽ അതിന്റെ തുടക്കം തന്നെ അന്നമയാത് അന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യ ദൂരീകർത്തും വാഞ്ചസി കിം ബ്രൂഹി ഗച്ച ഗച്ഛേതി എന്നൊരു ചോദ്യമുണ്ട്. അതായത് അന്നമയത്തിൽ നിന്ന് അന്നമയത്തെ മാറ്റാനാണോ, അല്ലെങ്കിൽ ചൈതന്യത്തിൽ നിന്ന് ചൈതന്യത്തിൽ നിന്ന് മാറ്റാനാണോ, ഏതിൽ നിന്ന് ഏതിനെ മാറ്റാനാണ് നിങ്ങൾ പറയുന്നത് എന്നൊരു ചണ്ടാളൻ ശങ്കരാചാര്യരും ശിഷ്യന്മാരോടും ചോദിക്കുന്നുണ്ട്.
ഈ ചണ്ടാളനെ പിന്നെ ശിവനാക്കി പ്രശ്നം സോൾവ് ചെയ്തു. പുരാണങ്ങളിലൊക്കെ അങ്ങനെ ഒരു ഇതുണ്ട്, പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ചണ്ടാളനെ ശിവനാക്കും അല്ലെങ്കിൽ ശ്രീരാമനാക്കും, അങ്ങനെയൊക്കെയുള്ളൂ. അത് നല്ലൊരു വഴിയാണ്, എളുപ്പമാണ് കാര്യം. പക്ഷെ ഈ ചോദ്യത്തിന് മുമ്പിൽ ശങ്കരാചാര്യർക്ക് മറുപടി എന്താണ്? ശങ്കരാചാര്യരുടെ മറുപടി 5 പദ്യരൂപത്തിലുള്ള 5 ശ്ലോകങ്ങളായിട്ടാണ് വരുന്നത്. ഈ 5 എണ്ണത്തിന് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ. അതായത് അദ്ദേഹം ബ്രഹ്മത്തെയും ജീവാത്മാവിന്റെയും പരബ്രഹ്മത്തിന്റെയും ബന്ധങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് തിരിച്ചറിയുന്ന ജ്ഞാനതലമുള്ള ബ്രഹ്മജ്ഞാനമുള്ളവൻ ആരോ അവൻ ചണ്ടാളനായാലും ബ്രാഹ്മണനായാലും എനിക്ക് ഗുരുവാണ് എന്നാണ്. എന്ന് പറയുന്നതാണ് ചണ്ടാളനായാലും ബ്രാഹ്മണനായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചണ്ടാളൻ എന്നൊരു വിഭാഗം ഉണ്ട് എന്നും ബ്രാഹ്മണൻ എന്നൊരു വിഭാഗം ഉണ്ട് എന്നും ഇദ്ദേഹം സമ്മതിക്കുന്നുണ്ട്, ഇദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് എന്ന് തന്നെ അർത്ഥം. ഏത് മനുഷ്യനായാലും എന്നല്ല അദ്ദേഹം പറയുന്നത്. ചണ്ടാളനായാലും ബ്രാഹ്മണൻ, അദ്ദേഹത്തിന്റെ നമുക്കറിയാം, അദ്ദേഹം മനുസ്മൃതിയുടെ ഒരുപാട് പ്രിൻസിപ്പിൾസിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രഹ്മസൂത്രത്തിന്റെ തന്നെ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ ശൂദ്രന്മാർക്ക് വേദം പഠിപ്പിക്കാനുള്ള യോഗ്യതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അദ്വൈതത്തിൽ രണ്ടല്ല എന്ന് വിശ്വസിച്ച ഒരു മനുഷ്യൻ സ്വന്തം ജീവിതത്തിൽ പോലും ഇത് പയറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനി രണ്ടാമതാണ് ഹൈന്ദവ ദർശനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത്. നമുക്കറിയാം, ഉപനിഷത്തുകളിൽ പൊതുവിൽ ബ്രഹ്മം എന്നുള്ള വാക്ക് വേദങ്ങൾ തൊട്ട് തന്നെയുണ്ട്. ഋഗ്വേദത്തിൽ തന്നെ മായ എന്നുള്ള വാക്കുണ്ട്, മായാഭേദം എന്നുള്ള വാക്കുണ്ട് ഋഗ്വേദത്തിൽ. ബ്രഹ്മം എന്നുള്ള വാക്ക് തുടർച്ചയായിട്ട് വരുന്നുണ്ട്. എന്താണ് ബ്രഹ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം? ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശങ്കരൻ ഉപയോഗിച്ച അർത്ഥത്തിലേ അല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് ആകാശം എന്നുള്ള അർത്ഥമുണ്ട്, മനസ്സെന്നുള്ള അർത്ഥമുണ്ട്, പ്രാണൻ എന്നുള്ള അർത്ഥമുണ്ട്, ബുദ്ധി എന്നുള്ള അർത്ഥമുണ്ട്. പൃഥ്വി, ഉദ്ദാലക ആരുണി പറയുന്നത് പൃഥ്വിയാണ് ആത്മാവ്, അതാണ് ഏറ്റവും ആന്തരികമായ സത്ത എന്നുള്ള. ആന്തരികമായ സത്വം അന്വേഷിക്കുന്ന ഒരു രീതി ഉപനിഷത്തിൽ കാണാൻ കഴിയും. ആന്തരികമായ സത്വം അന്വേഷിക്കൽ എന്ന് പറയുന്നത് തന്നെ ഏക കാരണത്തെ അന്വേഷിക്കലാണ്. ഇതും അശാസ്ത്രീയമാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഏക കാരണം എന്ന് പറയുന്നത് നിലനിൽക്കാത്തതാണ്. ഒറ്റ കാരണത്തിലേക്ക് നമുക്ക് ഒന്നിനെയും കൊണ്ട് കെട്ടാൻ സാധിക്കില്ല. കാരണങ്ങളെല്ലാം പരസ്പര ആശ്രിതങ്ങളാണ്. ഒരു കാര്യം മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുമ്പോൾ ആ കാരണം മറ്റൊന്നിന്റെ കാര്യമായി തീരുന്നു. അതായത് ഒരു പരസ്പര ബന്ധിതമായിട്ടുള്ള കാര്യകാരണ ബന്ധങ്ങളുടെ ശൃംഖലയാണ് ഈ പ്രപഞ്ചം. അല്ലാതെ ഏതെങ്കിലും ഒന്നിനെ കൊണ്ടുപോയി കെട്ടുകയാണെങ്കിൽ അതിനെ പിന്നെ എവിടെ കൊണ്ടുപോയി കെട്ടും എന്നൊരു ചോദ്യമുണ്ട്. അതൊരു ഫിലോസഫിക്കൽ റിഗ്രഷൻ ആണ്. എല്ലാത്തിന്റെയും മൂല കാരണം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാത്തിന്റെയും നിയന്താവായിട്ടുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് ഒരു ന്യായ വൈകല്യമാണ്. നമുക്ക് അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ റിഗ്രഷൻ ആണ് വരുന്നത്, അനന്തമായ പശ്ചാത്ഗമനം. അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം ഇപ്പൊ പ്രപഞ്ചത്തിന്റെ തന്നെ എല്ലാം നിയന്താവ് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ശക്തിയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ നിയന്താവ് ആരാണ്, അദ്ദേഹത്തെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാണ്? അപ്പൊ അവർ പറയും അദ്ദേഹം തനിയെ ഉണ്ടായി, അദ്ദേഹം തനിയെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള പ്രപഞ്ചത്തിന് പിന്നെ തനിയെ ഉണ്ടായി തനിയെ ഓപ്പറേറ്റ് ചെയ്തുകൂടെ നമുക്ക് ചോദിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഒരു ന്യായ വൈകല്യമാണ്. ഏക കാരണം എന്ന് പറയുന്നത് അബദ്ധമാണ്. ഏക കാരണം നമ്മൾ എങ്ങും കാണുന്നില്ല, ഒരിടത്തെങ്കിലും കാണാൻ കഴിയുന്നെന്ന് അദ്ദേഹം തെളിയിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇനി അപ്പോ ഞാൻ പറഞ്ഞു, വേദങ്ങളിൽ ബ്രഹ്മം എന്നുള്ള വാക്കിന് പല പല അർത്ഥങ്ങളുണ്ട്. വേദങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമുക്കറിയാം ജീവിതത്തിന്റെ ആഘോഷമാണ്. ശങ്കരൻ പറയുന്ന ജീവിതത്തിന്റെ നിരാസങ്ങളല്ല. നമ്മൾ പശുവിന് വേണ്ടിയും പെണ്ണിന് വേണ്ടിയും ആഹാരത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും മഴയ്ക്ക് വേണ്ടിയും പ്രകൃതി ശക്തികളെയൊക്കെ പ്രീതിപ്പെടുത്തുന്ന ഒരു ഗോത്ര ജനതയുടെ അർച്ചനാ ഗീതങ്ങളാണ് യഥാർത്ഥത്തിൽ ഋഗ്വേദത്തിലൊക്കെ വരുന്നത്. ഋഗ്വേദമാണ് യഥാർത്ഥ വേദം. ബാക്കി വേദങ്ങളെല്ലാം അതിന്റെ ആക്സസറിയൽ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് പറയാൻ കഴിയും. 3 വേദങ്ങൾ എന്ന് പറയുന്നവരുണ്ട്, 4 വേദം, 5 വേദം. എതിർവേദത്തെ 2ആയിട്ട് വിഭജിച്ചുകൊണ്ട് 5ആക്കുന്നുണ്ട്. ഇതെല്ലാം പല പല വീക്ഷണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ബ്രഹ്മം എന്ന് പറയുന്നതും ജീവിതം എന്ന് പറയുന്നതും ഋഗ്വേദത്തിലോ അല്ലെങ്കിൽ വേദ കാലഘട്ടത്തിൽ ശങ്കരൻ പറയുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നില്ല. ഇനി ഉപനിഷത്തുകൾ എടുത്തു കഴിഞ്ഞാലും ഒരിക്കലും ഇപ്പൊ ഉദാഹരണമായിട്ട് നേതി എന്ന് പറയുന്നുണ്ട്. ബൃഹദാരണ്യത്തിൽ അങ്ങനെ യാജ്ഞവൽക്യൻ അങ്ങനെ പറയുന്നുണ്ട്, നേതി അതല്ല. ഇത് യഥാർത്ഥത്തിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പരമാത്മാവ് അതല്ല, ബ്രഹ്മം അതല്ല എന്ന് പറയുന്നതായിട്ടാണ്. യഥാർത്ഥത്തിൽ അത് വായിച്ചു നോക്കണം, നമുക്ക് കൃത്യമായിട്ട് പറയും ഈ ആത്മാവ് അതല്ല എന്നാണ് പറയുന്നത്. ജീവാത്മാവിനെ കുറിച്ച്, നിങ്ങളുടെ ആത്മാവിനെ കുറിച്ചാണ് അതിന്റെ പരാമർശം എന്ന് വ്യക്തമാവും. പക്ഷെ അത് ഒരു നേതി എന്നുള്ളത് ഒരു മഹത് വാക്യമായിട്ട് മഹാവാക്യമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്വൈത വേദാന്തികൾ സംസാരിക്കുന്നത്. എവിടെ നിന്നാണ് ഈ മായാവാദം ഉണ്ടാകുന്നത്? എന്താണ് മായ? ഈ ജഗത്ത് എന്ന് പറയുന്നത് മായയാണ്, അല്ലെങ്കിൽ അത് ഇല്ലാത്തതാണ്. അതിന് കാരണം മായ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഇമ്പോസിഷൻ. നിങ്ങൾ ബ്രഹ്മത്തെ ജഗത്തിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കാണുകയാണ്, അവിദ്യ കാരണമാണ്. അപ്പൊ ജഗത്ത് ഇല്ലാത്തതാണ്. ജഗത്ത് ഇല്ലാത്തതാണെന്നുള്ള വാദം ഉപനിഷത്തുകളിലെങ്ങും ഇല്ല, വേദങ്ങളിലൊന്നും ഇല്ല, ബ്രഹ്മസൂത്രത്തിലും ഇല്ല. ഇത് വരുന്നത് ബൗദ്ധരുടെ നിന്ന്. ഞാൻ പറഞ്ഞു, ബൗദ്ധ ശാസ്ത്രമാണെങ്കിൽ ഇത് ശാസ്ത്രീയമാണ്. ഏതൊക്കെ ബൗദ്ധര്? ബുദ്ധന്റെ കാലഘട്ടത്തിൽ നിന്ന് ശേഷം ബൗദ്ധ ദർശനങ്ങൾ ഒരുപാട് വഴിമാറി സഞ്ചരിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, തേരാവാദ പാടലിപുത്രത്തിലെ
യോഗത്തിൽ വെച്ച് അശോകൻ ഒരു കൺസെൻസസ് ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ത്രിപിടകങ്ങൾ വരുന്നുണ്ട്. വിനയപിടകം, സുത്തപിടകം, അഭിധർമ്മ പിടകം എന്ന് പറയുന്നുള്ള പിടകങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം പിന്നീടും 300-400 വർഷങ്ങൾ കഴിയുമ്പോൾ മഹായാനവും ഹീനയാനവും വരുന്നുണ്ട്. ഹീനയാനത്തിനായിരുന്നു ആദ്യം പ്രാമുഖ്യം, പിന്നീട് മഹായാനം ക്യാച്ചപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. മഹായാനത്തിൽ തന്നെ വൈഭാഷികരുണ്ടായിരുന്നു, സൗത്രാന്തികരുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും സർവാസ്തിത്വവാദികളായിരുന്നു, എല്ലാത്തിനും അസ്തിത്വം ഉണ്ടെന്ന് വാദിക്കുന്നവരായിരുന്നു. അതേസമയം വിജ്ഞാനവാദികൾ പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ വസ്തുക്കളില്ല, ഒരു വസ്തുക്കളും ഇല്ല, പക്ഷെ നിങ്ങൾക്ക് വസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ജ്ഞാനമാണ്, വിജ്ഞാനമാണ് റിയൽ, വസ്തു ജ്ഞാനമല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ വിജ്ഞാനവാദികളെ കൂടി തള്ളിക്കൊണ്ടാണ് മാധ്യമിക ചിന്ത അല്ലെന്നുണ്ടെങ്കിൽ ശൂന്യവാദം വന്നത്. അവർ പറഞ്ഞത് വസ്തുവില്ല, വസ്തുവിനെ കുറിച്ചുള്ള ചിന്തയുമില്ല, ശൂന്യമാണ് ഉള്ളത് എന്നാണ് അവർ പറഞ്ഞത്. ഈ ശൂന്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും ഇല്ലായ്മയല്ല, വോയിഡിസും അല്ല. ആ ശൂന്യം എന്ന് പറയുന്നത് എന്താണോ ബ്രഹ്മം എന്ന ശങ്കരൻ പറഞ്ഞത് അതേ സാധനം തന്നെയാണ് മാധ്യമികരുടെ ശൂന്യം. ഈ മാധ്യമികരും അല്ലെങ്കിൽ ശൂന്യവാദികളും ഗൗഡവാദരുമായിട്ടുള്ള ബന്ധം നോക്കുക. ഗൗഡവാദര് നാഗാർജുനൻ എന്ന് പറയുന്ന ബുദ്ധന്റെ ഏറ്റവും പ്രശസ്തനായ ശിഷ്യൻ, അദ്ദേഹമാണ് ശൂന്യവാദത്തിന്റെ അദ്ദേഹത്തിന്റെ മാധ്യമിക കാരികകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആ കാരികകൾ അദ്ദേഹം പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവും ഉള്ളതല്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയും ഉള്ളതല്ല. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും തുടക്കവും ഒടുക്കവും ഇല്ല എങ്കിൽ മധ്യം ഉണ്ടാകാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാധ്യമകാരികളിലുള്ള ഒരുപാട് വാക്കുകൾ തന്നെ ഗൗഡവാദർ കോപ്പി അടിക്കുന്നുണ്ട്. ഗന്ധർവ നഗരം എന്നൊരു വാക്ക് അപ്പടി എടുക്കുന്നുണ്ട്. അത് ഈ മഹായാന ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ ഒരുപാട് തൊട്ട് ആവർത്തിക്കുന്ന ഒരു വാക്കാണ് ഗന്ധർവ നഗരി എന്നുള്ളത്. അത് അപ്പടി ഇദ്ദേഹം, അതായത് ഈ നമ്മൾ ഈ കാണുന്നത് ഒരു മായാ ദർശനമാണ് എന്ന് കാണിക്കാനായിട്ട്, അതുപോലെ തന്നെ മായികമായിട്ടുള്ള ആന, മാജിക് എലിഫന്റ്, ഈ രണ്ട് കൺസെപ്റ്റ് തന്നെ മഹായാന ബുദ്ധമതത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. ഇനി ധർമ്മകീർത്തിയെ പോലെയുള്ള ഒരു മഹായാന ബുദ്ധ ചിന്തകന്റെ വരികള് അപ്പടി പൊക്കിയെടുക്കുന്നുണ്ട് ഗൗഡപാദർ മാണ്ഡൂക്യ കാരികയിൽ. ഈ മാണ്ഡൂക്യ കാരികയിലെ 3-ാം ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ഈ അഗ്നിചക്രം എന്ന് പറയുന്ന പ്രതീത്യ സമുത്പാദം എന്ന് പറയുന്ന ബുദ്ധരുടെ ക്ഷണികവാദത്തിൽ അഗ്നിചക്രം എങ്ങനെയാണോ ഒരു തീക്കൊള്ളി നിങ്ങൾ ഇങ്ങനെ കറക്കുമ്പോൾ അതൊരു അഗ്നിചക്രമായി മാറുന്നത്, ആ പേര് തന്നെയാണ് ഗൗഡപാദര് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗൗഡപാദര് അജാതിവാദം എന്ന് പറഞ്ഞാൽ ജനിക്കുന്നില്ല, നോൺ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ജനനമില്ലാത്തതാണ് പ്രപഞ്ചം എന്നുള്ള അജാതിവാദത്തെ ഗൗഡപാദർ പിന്തുണയ്ക്കുന്നുണ്ട്. അജാതിവാദം ആദ്യമായി അംഗീകരിച്ചതും അവതരിപ്പിച്ചതും മഹായാന ബുദ്ധിസ്റ്റുകളും നാഗാർജുനും ഒക്കെയാണ്. ഗൗഡപാദർ അജാതിവാദത്തെ അംഗീകരിക്കുന്നുണ്ട് എന്ന് ശങ്കരനും പറഞ്ഞിട്ടുണ്ട്. ഇനി ശങ്കരൻ ബുദ്ധമതത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ അദ്ദേഹം ശരിക്കും ചെയ്യുന്നതാണ് ബുദ്ധനെ വളരെ ഹീനമായി ആക്രമിക്കുകയാണ് ശങ്കരൻ ചെയ്യുന്നത്. ബുദ്ധൻ 2 രീതിയിൽ അദ്ദേഹം ഡെലീരിയസ് ആണ് എന്നുള്ള പദമാണ് പറയുന്നത്. അദ്ദേഹം പിച്ചും പേയും പറയുന്ന ഒരാളാണ്. ഒന്നുകിൽ അതായത് വിരുദ്ധങ്ങളായിട്ടുള്ള ആശയങ്ങൾ, ഈ നോളജിന്റെ എക്സിസ്റ്റൻസ്, അറിവിന്റെ അസ്തിത്വം, പ്രപഞ്ചത്തിന്റെ അസ്തിത്വം, ശൂന്യത, ഇങ്ങനെ വൈരുദ്ധ്യമുള്ള 3 വാദങ്ങൾ ഒരുമിച്ച് അവതരിപ്പിക്കുന്നതിലൂടെ ബുദ്ധൻ തെളിയിച്ചത് അദ്ദേഹം ഒന്നുകിൽ ചിത്തഭ്രമമുള്ളവനാണ് അല്ലെങ്കിൽ അദ്ദേഹം മനുഷ്യവർഗത്തിന്റെ ശത്രുവാണ് എന്നാണ് ശങ്കരൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ശങ്കരൻ ബുദ്ധനെതിരെ ഇങ്ങനെ തുള്ളുന്നത്? വളരെ കൃത്യമാണ്. കാര്യം അപ്പടി കടമെടുത്ത ഒരു സാധനം ബുദ്ധനെ എതിർത്തുകൊണ്ട്, ഞാൻ ബുദ്ധനുമായിട്ട് യാതൊരു ബന്ധമില്ല, ഞങ്ങൾ തമ്മിൽ അടിയാണില്ല, അടിച്ചു പിരിഞ്ചു എന്ന് പറഞ്ഞോളാം, അങ്ങനെ പറഞ്ഞുകൊണ്ട് ബുദ്ധന് ഞാൻ എതിരാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് ശങ്കരൻ നടത്തുന്നത്. അല്ല, ഇത്രയും പേഴ്സണൽ ആയിട്ട് ബുദ്ധനെ ആക്രമിക്കേണ്ട കാര്യമില്ല. ഗൗഡപാദര് മഹായാന ബുദ്ധിസത്തിൽ നിന്ന് ഒന്നാന്തരമായി കോപ്പി അടിച്ചിട്ട് ഒരിടത്ത് പോലും കടപ്പാട് വെക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല. കടപ്പാട് വെച്ചിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാണെങ്കിലും ശങ്കരൻ പറയുന്നുണ്ട് ഗൗഡപാദര് മഹായാന യുദ്ധത്തിന്റെ പല കാര്യങ്ങളും അജാതിവാദം ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ബുദ്ധമതത്തിന്റെ പ്രിൻസിപ്പിൾസും മായാവാദവുമായിട്ടുള്ള ബന്ധം നോക്കാം. ആദ്യമായി 2 സത്യം 2 ഉണ്ട്, യാഥാർത്ഥ്യം 2 ഉണ്ട് എന്ന് ആദ്യമായി പറഞ്ഞത് നാഗാർജുനൻ തന്നെയാണ്. സമൃദ്ധി സത്യവും പാരമാർത്ഥിക സത്യവും. സമൃദ്ധി സത്ത, പാരമാർത്ഥിക സത്താന്നോ സുത്താന്നോ പറയും, അത് പാലി ലിപി ആയതുകൊണ്ട് അങ്ങനെ വരും. ആദ്യമായി യാഥാർത്ഥ്യത്തിന് 2 അച്ഛന്മാരെ ഉണ്ടാക്കിയത്. 2 രീതിയിലുള്ള യാഥാർത്ഥ്യം ഉണ്ടെന്ന് പറഞ്ഞ ആദ്യത്തെ ഭാരതീയ തത്വചിന്തകൻ നാഗാർജുനാണ്. ഇത് ഉപനിഷത്തുകളിലോ വേദങ്ങളിലോ ശ്രുതികളിലോ സ്മൃതികളിലോ എന്നുള്ള സാധനമല്ല. ഇത് തന്നെയാണ് ശങ്കരന്റെ 2 സത്യങ്ങൾ. സമൃദ്ധി സത്തയും പാരമാർത്ഥിക സത്യമാണ് ശങ്കരനിൽ വരുമ്പോൾ വ്യാവഹാരിക യാഥാർത്ഥ്യവും പാരമാർത്ഥിക യാഥാർത്ഥ്യവും, പിന്നെ അതിന്റെ കൂടെ ഒരു തെള്ളു പോലെ പ്രാതിഭാസിക യാഥാർത്ഥ്യവും. അത് ഇതിനകത്ത് വരുന്നതല്ല. 2 യാഥാർത്ഥ്യം, 2 സത്യമുണ്ട്. ഒരു പോസ്റ്റ് മോഡേണിസം, 2 സത്യത്തിന് 2 വേർഷൻ ഉണ്ടെന്ന് നാഗാർജുനൻ പറയുന്നു. അപ്പടി ഗൗഡപാദർ കോപ്പി അടിക്കുന്നു. ഇന്ത്യയിൽ വേറെ എങ്ങും ഇങ്ങനെ ഒരു വാദമില്ല, ഉപനിഷത്തുകളിലും ഇല്ല. ഉപനിഷത്തിൽ കാണിച്ചെന്ന് ഞാൻ സമ്മതിക്കാം.
വേദങ്ങൾ കാണിച്ചെന്ന് ഞാൻ സമ്മതിക്കാം. ഇനി മറ്റൊന്നത് നോൺ എക്സിസ്റ്റൻസ് ഓഫ് ജഗത്, അല്ലാതെ ഈ ലോകം, ഈ യാഥാർത്ഥ്യ ലോകം നിലവിലില്ല എന്ന് വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ സ്മൃതികളിലോ ശ്രുതികളിലോ ആരും പറഞ്ഞിട്ടില്ല. നാഗവർദ്ധൻ പറഞ്ഞു. മാധ്യമിക ശൂന്യവാദികൾ പറഞ്ഞു ഈ ലോകം നിലനിൽക്കുന്നില്ല, ഈ ലോകത്തെക്കുറിച്ചുള്ള ധാരണകളും നിലനിൽക്കുന്നില്ല, ശൂന്യമാണ് എന്ന് പറഞ്ഞു. അവിദ്യയാണ് ഇദ്ദേഹം പറഞ്ഞത്. അവിദ്യ കാരണമാണ് നമുക്ക് യഥാർത്ഥത്തിൽ മായാബോധം ഉണ്ടാവുന്നതെന്ന് ശങ്കരൻ പറഞ്ഞപ്പോൾ നാഗാർജുന അതിന് സമൃദ്ധി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അത് തമ്മിലും ഒരു ബന്ധം നമുക്ക് കാണാൻ കഴിയും. ഇനി മറ്റൊന്നുള്ളത് ഇഗ്നറൻസ്, അവിദ്യ. നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ ലോകം ശൂന്യമാണെന്ന് തോന്നാത്തത്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ലോകം മായയാണെന്ന് തോന്നാത്തത്? അത് നമ്മുടെ ഇഗ്നറൻസ് കൊണ്ടാണെന്ന് ബൗദ്ധരും പറയുന്നു, ശങ്കരനും പറയുന്നു. വേറെ ആരും ഇതിനു മുമ്പ് അത് പറഞ്ഞിട്ടില്ല. അതായത് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഈ ജഗത്ത് ഉണ്ടെന്നുള്ള നിങ്ങളുടെ ധാരണയ്ക്ക് കാരണം നിങ്ങളുടെ അറിവുകേടാണെന്ന് നാഗാർജുനും മാധ്യമികരും പറഞ്ഞ അതേ വാദം തന്നെയാണ് ശങ്കരനും മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ സാധനകളുടെ കാര്യത്തിലും ശങ്കരന്റെ വേദാന്തവും അതുപോലെ തന്നെ മാധ്യമികരുടെ തത്വങ്ങളും തമ്മിൽ ഏതാണ്ട് ഡിറ്റോ ആണെന്ന് പറയാം, കോപ്പിടി അതേ കണക്കുള്ള ഒരു സാധനമാണെന്ന് പറയാം. ഇനി മോക്ഷം, ശങ്കര വേദാന്തത്തിലെ മോക്ഷ തിയറിയും മാധ്യമികരുടെ നിർവ്വാണ തിയറിയും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ശൂന്യം സാക്ഷാത്കരിക്കുക എന്ന് മാധ്യമികർ പറയുമ്പോൾ ബ്രഹ്മം സാക്ഷാത്കരിക്കുക എന്ന് ശങ്കരൻ പറയുന്നുണ്ട്. ജഗത്തില്ലാത്തതാണ് ബ്രഹ്മമാണ് സാക്ഷാത്കരിക്കേണ്ടത്, ഈ ജഗത്തില്ലാത്തതാണ് ശൂന്യമാണ് സാക്ഷാത്കരിക്കേണ്ടത്. ഇതാണ് നാഗാർജുനൻ പറഞ്ഞത്, ഇവിടെയാണ് ശങ്കരൻ പറയുന്നത്. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? നമുക്കറിയാം, മാധ്യമകാരിക എന്ന് പറയുന്ന മാണ്ഡൂക്യ കാരികയ്ക്ക് ഭാഷ്യം എഴുതിയിട്ടുണ്ട് ശങ്കരൻ. മാണ്ഡൂക്യത്തിനും ഭാഷ്യം എഴുതിയിട്ടുണ്ട്, മാണ്ഡൂക്യ കാരികയ്ക്കും ഭാഷ്യം എഴുതിയിട്ടുണ്ട്. ഈ മാണ്ഡൂക്യ കാരികയുടെ ഭാഷ്യത്തിൽ ഗൗഡപാദർ ഉന്നയിച്ച വാദങ്ങളെല്ലാം, ഗൗഡപാദരെ കുറിച്ച് പറയുന്നത് അദ്ദേഹം മാധ്യമിക ഫിലോസഫർ ആയിരുന്നു എന്നാണ്, അയാൾ ബൗദ്ധനായിരുന്നു എന്നുള്ള വാദങ്ങളുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുണ്ട് ഭാസ്കരൻ, ഈ പുള്ളി യഥാർത്ഥത്തിൽ ഹിന്ദു അല്ലെങ്കിൽ നമ്മളുടെ വൈദിക പാരമ്പര്യമുള്ള വ്യക്തിയല്ല, ഇദ്ദേഹം ഒരു ബൗദ്ധനാണ് എന്ന് ഭാസ്കരനെ പോലെയുള്ള ചിന്തകന്മാര് അതിന്റെ തൊട്ടു മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊന്നാണ് മാധ്യമികരുടെ ശൂന്യം, അതുപോലെ തന്നെ ഇവരുടെ ബ്രഹ്മം. എന്താ വ്യത്യാസം? മാധ്യമികരുടെ ശൂന്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ പലരും ശൂന്യവാദം, ശങ്കരൻ ശൂന്യവാദത്തെ കുറിച്ച് പറയുന്നതെന്നറിയോ? ഞാൻ ഇതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഇറ്റ് ഡസന്റ് വർത്ത് എനി കൈൻഡ് ഓഫ് റെഫറൻസ് എന്നാണ് പറയുന്നത്. അതെന്താണ്? ഇത്രയധികം കോപ്പി അടിച്ച ഒരു സാധനം ഡസന്റ് വർത്ത് എനി റെഫറൻസ് എന്ന് പറയാൻ കാര്യം എന്താണ്? പറയാനൊന്നുമില്ല. പറയാനുണ്ടോ പറയട്ടെ. ശങ്കരനെ കുറിച്ചുള്ള കഥകൾ എന്താണ്? ഓരോരുത്തർ ചെയ്യുന്ന ആളുകളെ സംവാദം നടത്തി മുട്ടുകുത്തിച്ച് സർവജ്ഞ പീഠം കയറി എന്നൊക്കെയാണ് പറയുന്നത്. നല്ല കഥകൾ, അടിപൊളി കഥകളാണല്ലോ പലപ്പോഴും മതത്തിന്റെ ഓക്സിജൻ എന്ന് പറയുന്ന കഥകളാണ്. പക്ഷെ എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇവർ ശൂന്യം എന്ന് പറയുന്നതല്ല. ശൂന്യവാദികൾ പറഞ്ഞ ശൂന്യം എന്ന് പറയുന്ന വെറും ശൂന്യമല്ല. ഇറ്റ്സ് നോട്ട് ദ വോയിഡ് ദാറ്റ് യു തിങ്ക്, ഇറ്റ് ഇസ് ആക്ച്വലി റിയലൈസ് ചെയ്യേണ്ട ബ്ലിസ് എന്ന് പറയുന്ന സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്ന വേദാന്ത ചിന്ത തന്നെയാണ് ശൂന്യവാദത്തിലുള്ളത്. അതായത് ബ്ലിസ്, ആനന്ദം ആർജിക്കുക, ആനന്ദമായി തീരുക എന്നുള്ളതാണ്. പക്ഷെ വേദാന്തത്തിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? അദ്വൈത വേദാന്തത്തിന്റെ അവസാനം നിങ്ങൾ ആനന്ദമായി ബ്രഹ്മമായി തീരുകയാണ്. ബ്രഹ്മമായി തീരുന്ന ഒരാൾക്ക് ആനന്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഉപ്പിന് എങ്ങനെയാണ് ഉപ്പുരസം അറിയാൻ കഴിയുന്നത്? നിങ്ങൾ പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് വേദാന്തത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അഹംബോധം കാരണം നമ്മൾക്ക് പരമാർത്ഥ ജ്ഞാനത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. അതായത് അദ്വൈതത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രണ്ട് ബോധങ്ങൾ തന്നെ വരുന്നു. ഈ അദ്വൈതം എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റാണെന്നാണ് ഒരു വാദം കൂടി ഞാൻ ഉന്നയിക്കുന്നു. ശങ്കരൻ പറഞ്ഞത് അദ്വൈതമേ അല്ല, ദ്വൈതം തന്നെയാണ്. എങ്ങനെയാണ്? ശങ്കരൻ പറഞ്ഞു രണ്ട് ആത്മാക്കളെ ഉണ്ടാക്കിയിട്ടോ അതിനെ ഒന്നാക്കി. അപ്പൊ രണ്ടുണ്ടാക്കിയിട്ട് ഒന്നാക്കി, ഓക്കെ റൈറ്റ്, അവിടെ രണ്ട് വരുന്നുണ്ട്, ഒന്നാക്കി. പക്ഷെ അതിനേക്കാൾ രസം അതല്ല, രണ്ട് ആത്മാക്കൾ നിലനിൽക്കുന്നു, അവയുടെ ഗുണങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് ഒരു ജീവാത്മാവും പരമാത്മാവും? ജീവാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, സിമ്പിളായിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. സൂര്യന്റെ പ്രകാശം, സൂര്യനാണ് പ്രകാശമുള്ളത്, സൂര്യനാണ് ശരിയായ ലൈറ്റ്. ചന്ദ്രനിൽ തട്ടുന്നു, ചന്ദ്രനിൽ പ്രകാശമില്ല, പക്ഷെ ചന്ദ്രൻ പ്രകാശമുള്ളതായി തോന്നുന്നു. ചന്ദ്രൻ ജഗത്ത്, സൂര്യൻ പരബ്രഹ്മം. അത് നമ്മളുടെ മുറ്റത്ത് വരുന്നു, ഈ നിലാവത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മളുടെ സെൻസറി ഓർഗൻസ് അത് അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ അത് എടുക്കുന്നു. അപ്പോ ശങ്കരന്റെ വാദം അനുസരിച്ച് ഒരു പരമാർത്ഥ ബോധം, പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സാധനമുണ്ട്. എന്താണെന്നറിയില്ല, അത് നമ്മളിൽ എന്താ പറയുന്ന കർമ്മസാക്ഷിയായി നമ്മളിൽ നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. ഈ പ്യുവർ കോൺഷ്യസ്നെസ് അല്ലാതെ ഒരു റിഫ്ലക്റ്റഡ് കോൺഷ്യസ്നെസ് ഉണ്ട്.
ഈ റിഫ്ലക്റ്റഡ് കോൺഷ്യസിൽ നിന്നാണ് ലൈറ്റ് മനസ്സ് സ്വീകരിക്കുന്നത്. മനസ്സ് ലൈറ്റ് റിഫ്ലക്റ്റഡ് കോൺഷ്യസിൽ നിന്ന് സ്വീകരിച്ചിട്ടാണ് സെൻസറി ഓർഗൻസിന് നിർദ്ദേശം കൊടുക്കുന്നത്. അങ്ങനെയാണ് സെൻസറി ഓർഗൻസ് പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ റിഫ്ലക്റ്റഡ് കോൺഷ്യസ്നെസ് ഇല്ലാതെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരമാർത്ഥ ജ്ഞാനം അറിയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഞാൻ ഈ ചോദിച്ചത്, നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ബ്ലിസ്, അല്ലെങ്കിൽ നിങ്ങൾ ബ്രഹ്മമായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ കഴിയുക? അറിയാൻ കഴിയണമെങ്കിൽ അഹംബോധം വേണം, അഹങ്കാരം വേണം. ഈ അഹംബോധം നശിച്ചെങ്കിൽ മാത്രമേ പരമാർത്ഥ ജ്ഞാനത്തിൽ എത്തിച്ചേരാൻ കഴിയൂ. പരമാർത്ഥ ജ്ഞാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ബ്ലിസ്? അതൊരു വളരെ താർക്കികമായിട്ടുള്ള ഒരു അബദ്ധമാണത്. ശൂന്യവാദത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ശൂന്യത സാക്ഷാത്കരിക്കൂ, ശാന്തിയും ആനന്ദവും അറിയൂ എന്നാണ് നാഗാർജുനൻ പറഞ്ഞത്. അപ്പോ ബൗദ്ധിക സ്രോതസ്സുകളെ നിങ്ങൾ ശാസ്ത്രം എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ ശങ്കര വേദാന്തം ശാസ്ത്രീയമാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ രീതിയിലും ശങ്കര വേദാന്തം ശാസ്ത്രീയമല്ല. ഇനി മൂന്നാമത്തത്, ശങ്കര വേദാന്തത്തെ നമുക്കൊരു കോമൺ സെൻസ് ഒരു ശാസ്ത്രമായിട്ട്, എത്ര മിനിറ്റ് സർ, ഒരു കോമൺ സെൻസ് ശാസ്ത്രമായിട്ട് എടുക്കാൻ കഴിയുമെന്ന് നോക്കാം. ജഗത്ത്, നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ജഗത്ത്, പരബ്രഹ്മം, അൾട്ടിമേറ്റ് റിയാലിറ്റി, ഒരു കഥ, അതിന്റെ റിഫ്ലക്ഷൻ ആണ്. അതായത് കയറും പാമ്പും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായ ഉദാഹരണങ്ങളാണ്. ചിലന്തിയും നൂലും അതിനേക്കാൾ ദുർബലമായ ഉദാഹരണമാണ്. ചിലന്തിയുടെ നൂലാണ് ജഗത്ത്, നൂല് വെച്ചുണ്ടാകുന്ന വലയാണ് ജഗത്ത്, ചിലന്തി ബ്രഹ്മം എന്നൊക്കെയുള്ള വാദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ശങ്കര വേദാന്തത്തിലെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ നിർഗുണമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ബ്രഹ്മം നാനാത്ത ജഗത്ത് വിവിധ രൂപങ്ങളായി ഭവിച്ചു എന്നുള്ള വാദങ്ങൾ തന്നെ ഉപനിഷത്തുകളുണ്ട്. ഉപനിഷത്തുകൾ പറയുന്നൊന്നും ശങ്കരന് ബോധിക്കില്ല. അപ്പോ പരിണമിക്കുന്ന അല്ലെങ്കിൽ നാനാത്ത ജഗത്ത് പല രൂപങ്ങളായിട്ട് ഭവിക്കുന്ന ഒന്നിനെ നിഷ്ക്രിയമെന്നും നിർഗുണമെന്നുമാണ് പറയുന്നത്. നിർഗുണം എന്ന് പറയുന്നതിന് അവർ പറയുന്നത് എന്താണ്? 3 ഗുണങ്ങൾ, സത്വവും രജസും തമസും ചേർന്നാണ് നിർഗുണം. അതായത് 3 കളറുകൾ ചേർത്ത് കഴിഞ്ഞാൽ ആ കളർ അല്ലാതായി മാറും എന്ന് പറയുന്നതിന് തുല്യമാണ്. ചിലർ, എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഈ വെള്ള 7 കളറുകൾ ചേർമ്പോൾ വെള്ള കളർ ആവുന്നില്ലേ? അപ്പൊ വെള്ള കളറല്ലേ? വെള്ള കളർ തന്നെയാണ്. 3 ഗുണങ്ങൾ, ത്രിഗുണസമ്പന്നമായിട്ടുള്ള ബ്രഹ്മം നിർഗുണമാണ് എന്ന് പറയാം. നിർഗുണമാണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ശൂന്യവാദത്തിൽ ഇങ്ങോട്ട് ഒത്തുവരണമെങ്കിൽ അതിനെ നിർഗുണമാക്കി വെക്കും. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സഗുണമാക്കുകയും ഈ ജഗത്തിനെ തള്ളി പറയാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ എല്ലാ അദ്വൈതത്തെയും പോലെ ശങ്കരവേദാന്തവും എടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ശൂന്യവാദത്തിനോടുള്ള അമിതമായിട്ടുള്ള വിധേയത്വം കാരണം ഈ ജഗത്തിനെ തള്ളിപ്പറയേണ്ട ആത്യന്തികമായ ബാധ്യത ശങ്കരനും ഗൗഡപാദർക്കും ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് പ്രശ്നമായിട്ട് വന്നത്. അപ്പം കോസ് ഓഫ് ജഗത്, എന്താണ് ഈ ജഗത്തിന്റെ കാരണം? നമുക്ക് എന്താണ് ജഗത്തിന്റെ കാരണമായിട്ട് പറയാം? അവിദ്യ കാരണമാണെന്നാണ് പറയാം, അല്ലെ? അതുകൊണ്ടാണ് മായ ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് കയറിൽ പാമ്പിനെ കാണുന്നത്. പക്ഷെ കയറിൽ പാമ്പിനെ കാണുന്നു എന്ന് പറയുമ്പോൾ ഈ കയറും പാമ്പും ഇല്ലാത്തതല്ല, കയറുള്ളതാണ്, പാമ്പ് ഉള്ളതാണ്. കയറിനെ പാമ്പായി തോന്നുന്നത് ഒരു കൺഫ്യൂഷനാണ്, അതൊരു ഇറർ ഓഫ് ജഡ്ജ്മെന്റ് ആണ്, അത് ക്ഷണികമാണ്. ശങ്കരൻ എങ്ങനെയാണ് ശങ്കരനും ഗൗഡപാദരും ഈ ജഗത്തിനെ യാഥാർത്ഥ്യമല്ലെന്ന് പറഞ്ഞത്? വളരെ രസകരമാണ്. ഗൗഡപാദരും ശങ്കരൻ, അതായത് ഉപനിഷത്തിൽ മായ എന്നുള്ള വാക്ക് ആദ്യം വരുന്നത്, ബ്രഹ്മസൂത്രത്തിൽ മായ എന്നുള്ള വാക്ക് വരുമ്പോൾ ആ വാക്ക് വരുന്നതിൻ്റെ ഒരു ഇത് നോക്കുക. ആ വാക്ക് വരുമ്പോൾ ഞാൻ വേറൊരു ഉദാഹരണം കൂടെ ഇടയ്ക്ക് പറയാൻ പറ്റുപോയി. ഈ സ്വപ്നവും ജഗത്ത് ഉണർച്ചയും തമ്മിലുള്ള ബന്ധം മുൻനിർത്തി പ്രപഞ്ച രഹസ്യം വിവരിക്കാൻ ആദ്യം ശ്രമിച്ചത് ശൂന്യവാദികളാണ്. സ്വപ്നവും ഉണർച്ചയും തമ്മിലുള്ള വ്യത്യാസം വിലയിരുത്തിക്കൊണ്ട് പ്രാപഞ്ചിക രഹസ്യങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങൾ നിർമ്മിക്കാൻ ആദ്യം ശ്രമിച്ചത് നാഗാർജുനും കൂട്ടരുമാണ്. അത് ആവർത്തിക്കുക മാത്രമേ ശങ്കരൻ ചെയ്തിട്ടുള്ളൂ. ശങ്കരൻ എന്താണ് പറഞ്ഞത്? ബ്രഹ്മസൂത്രത്തിൽ പറയുന്നത് എന്താ അറിയോ? മായ എന്ന് പറയുന്ന പദം ബ്രഹ്മസൂത്രത്തിൽ ഉപയോഗിക്കുന്നത് ഉണർച്ചയിലെ അനുഭവവും സ്വപ്നത്തിലെ അനുഭവവും രണ്ടാണ്. സ്വപ്നത്തിൽ മായയാണുള്ളത്, മിഥ്യാനുഭവമാണല്ലോ എന്ന് പറയാനായിട്ട്, ഉണർച്ചയെയും സ്വപ്നത്തെയും തമ്മിൽ വേർതിരിക്കാനായിട്ടാണ് മായ എന്നുള്ള പദം തന്നെ ബ്രഹ്മസൂത്രത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതെടുത്തിട്ട് ശങ്കരൻ എന്താ പറയാ? ഉണർച്ചയിൽ നിങ്ങൾ അനുഭവിക്കുന്നത് തന്നെയാണ് നിങ്ങൾ സ്വപ്നത്തിലും അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത്, അല്ലെ? യഥാർത്ഥം നിങ്ങൾ അതിന് അദ്ദേഹത്തിന്റെ പല അദ്വൈത വേദാന്തികളും പറയുന്നത് ശുക്ലസ്ഖലനത്തെ കുറിച്ചാണ്. ഉണർച്ചയിൽ, അതായത് നിങ്ങൾ സ്വപ്നസ്ഖലനം ഉണ്ടായിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്ഖലനം സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സ്വപ്നത്തിൽ ഒരു കോടാലി എടുത്ത് നിങ്ങളുടെ കാലിലിട്ട് കഴിഞ്ഞാൽ മുറിയുമോ? സ്വപ്നത്തിൽ ആന വന്ന് നിങ്ങളെ കുത്തിക്കീറിയാൽ കുത്തിക്കീറുമോ? എന്താണ് മിഥ്യയും തഥ്യയും തമ്മിലുള്ള വ്യത്യാസം? മിഥ്യാനുഭവത്തിന് 8 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഞാനൊരു 4 ചുരുക്കി പറയാം. ഒരു മിഥ്യാനുഭവം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിഗത അനുഭവമായിരിക്കും. ആ അനുഭവത്തിൽ അതിന് അവ്യക്തമായിരിക്കും, അതിന്റെ ആദിമധ്യാന്തങ്ങൾ വ്യക്തമായിരിക്കില്ല. അഭിസംവാദമായിരിക്കും. അഭിസംവാദം എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്ന അനുഭവത്താൽ അത് റദ്ദ് ചെയ്യും. സ്വപ്നത്തിന്റെ അനുഭവങ്ങളെല്ലാം റദ്ദ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഉണർച്ചയിലാണ്. ഉണരുമ്പോൾ അത് സ്വപ്നമായിരുന്നു എന്നുള്ള ധാരണ വരും. ഒരിക്കലും സ്വപ്നാനുഭവങ്ങളും
യാഥാർത്ഥ്യ അനുഭവങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ട് എങ്കിൽ വിപരീതമാണ്. സ്വപ്നത്തെ നമ്മൾക്ക് ജാഗ്രത കൊണ്ട് തള്ളാം, സംശയമില്ല, മിഥ്യയാണെന്ന് തെളിയിക്കാം. ഇനി മിഥ്യയാണെന്ന് ഒന്നിനെ തെളിയിക്കണമെങ്കിൽ എന്ത് വേണം? മിഥ്യ അല്ലാത്ത ഒന്ന് വേണം. സ്വപ്നം മിഥ്യയാണെന്ന് തെളിയിക്കുമ്പോൾ തന്നെ അവിടെ വരുന്നു മിഥ്യ അല്ലാത്തത് വെച്ചുകൊണ്ടേ മിഥ്യയെ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. മിഥ്യ അല്ലാത്ത ഒന്നുണ്ട്, അത് ജാഗ്രതാണ്. അത് നമ്മൾ ഈ കാണുന്ന നാസദീയ സൂത്രത്തിൽ ചോദിക്കുന്നുണ്ട്, ഈ ജഗത്തല്ലാതെ നമുക്ക് വേറെ എന്തുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. എത്ര ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ആഭിമുഖ്യമാണ് വേദത്തിലെ പല രചനകൾക്കൊന്ന് ആലോചിച്ചു. ഇതിനെല്ലാം തള്ളിക്കൊണ്ട് വളരെ നെഗറ്റീവായിട്ടാണ് ഇവർ സ്വപ്നത്തിലുള്ള അനുഭവവും യാഥാർത്ഥ്യത്തിലുള്ള അനുഭവം ഒന്നാണ്. സ്വപ്നത്തെ നമുക്ക് തള്ളാം, ജഗത്ത് വെച്ചുകൊണ്ട് മിഥ്യയായിട്ട് തള്ളാം. ജഗത്തിനെ എങ്ങനെ തള്ളും? ജഗത്തിനെ തള്ളുന്നിടത്താണ് ഇവർ പറയുന്നത് സിദ്ധന്മാരുടെ അലൗകികമായിട്ടുള്ള അനുഭൂതി. ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആരാണവർ? എനിക്കറിയില്ല. ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള സിദ്ധന്മാർ അവരുടെ അലൗകികമായിട്ടുള്ള അനുഭൂതിയിൽ ജാഗ്രത മിഥ്യയാണെന്ന് കണ്ടിരിക്കുന്നു. വെട്ടുകയാണ്. അപ്പൊ ചോദിക്കണം, അവർക്ക് എപ്പോഴാണ് ഈ അനുഭവം ഉണ്ടാവുന്നത്? അവർക്ക് ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ അനുഭവം ഉണ്ടാകും. ഓക്കെ, ആ അനുഭവങ്ങൾ എപ്പോഴാണ് ഇല്ലാതാവുന്നത്? ആ അനുഭവങ്ങൾ ഇല്ലാതാവുന്ന അവർ ജാഗ്രതയിലേക്ക് കടക്കുമ്പോഴാണ്, അല്ലെ? എന്തായാലും ഈ അലൗകിക അനുഭൂതിയിൽ ഇങ്ങനെ ആറാടിക്കൊണ്ട് ഇങ്ങനെ 24 മണിക്കൂർ നടക്കുകയല്ലോ ഈ മഹർഷിമാര്, അല്ലെങ്കിൽ ഏതെങ്കിലും ഋഷിവര്യന്മാര്. ഇല്ലാത്ത ഫാക്കൽറ്റിയാണ് അവരിൽ ആരോപിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്താണ്? നിങ്ങൾ ഒരു കൂട്ടം മഹർഷിമാരെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് പറയാണ് ഞങ്ങൾ തുരീയാവസ്ഥയിൽ പ്രാപഞ്ചിക രഹസ്യങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്നു. ഞാൻ വേറെ ഒരു കൂട്ടം മഹർഷിമാരെ കൊണ്ടുവരികയാണ്, ഞങ്ങളെ ചാർവാകന്മാർ. ന സ്വർഗോ ന പാവർഗോ വാ നൈവാത്മാ പരലൗകികാഹ നൈവ വർണ്ണാശ്രമദീന ക്രിയാസ്ത ഫലദായികാഹ പശുച്ചേ നിഹദാഹ സ്വർഗം ഗോമിഷ്ടോമി ഗമിഷതേ സ്വപിതാ യജമാനേന തത്ര കസ്മാന ഹിംസതേ എന്ന് പറഞ്ഞ അടിപൊളി ചാർവാകന്മാര് ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടുവന്ന് പറയാം. അവരൊക്കെ ഞങ്ങൾ ചോദിക്കാണ്, നിങ്ങൾക്ക് ഈ അലൗകികമായിട്ടുള്ള അനുഭൂതികൾ വല്ലതും ഉണ്ടോ? അവർ ഇല്ല, തള്ളിയില്ലേ? നിങ്ങൾക്ക് ഒരു സെറ്റ് ആൾക്കാരെ കൊണ്ടുവന്ന് അവർക്ക് അലൗകികമായിട്ടുള്ള ധാരണ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊട്ടക്കഥ സ്ഥാപിക്കാമെങ്കിൽ വേറെ ഓരോരുത്തരും ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ ധാരണയെന്നും പറഞ്ഞുകൊണ്ട് തള്ളിക്കൂടിയത്. അപ്പോ പ്രാമാണ്യം പ്രയോഗത്തിൽ സാധുതയില്ലാത്ത, പ്രമാണമൂല്യമില്ലാത്ത കെട്ടുകഥകൾ കൊണ്ട് നമുക്കൊരു കാര്യം സ്ഥാപിക്കാൻ കഴിയില്ല. സ്വപ്നത്തെ ജാഗ്രത കൊണ്ട് തള്ളുന്നത് പോലെ ജാഗ്രതനെ ഈ ഉണ്ട് എന്ന് യാതൊരു നിശ്ചയവുമില്ലാത്ത അലൗകിക ജ്ഞാനം കൊണ്ട് തള്ളാൻ കഴിയില്ല. പക്ഷെ അലൗകിക ജ്ഞാനം മാത്രം എടുത്താൽ തന്നെയും അത് മിഥ്യയാണെന്ന് തെളിയും. കാര്യം മിഥ്യയുടെ എല്ലാ ക്വാളിറ്റി അതിനകത്തുണ്ട്. കാരണം എന്താണ്? അലൗകിക ജ്ഞാനത്തില് അനുഭൂതിയിൽ എന്താണ് മഹർഷിമാർ പറഞ്ഞിട്ടുള്ളത്? നേതി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് അറിയില്ല. ഇതല്ല വ്യക്തമല്ലെങ്കിൽ മിഥ്യയുടെ ആദ്യത്തെ ഗുണമാണ് വ്യക്തമല്ലായ്മ. അഭിസംവാദമുണ്ട്, അത് മുറിയപ്പെടുന്നുണ്ട്, അത് അടുത്ത അനുഭവത്താൽ മുറിയപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് അലൗകികമായ അനുഭൂതി എന്ന് പറയുന്ന തലത്തിലേക്ക് ആർക്കെങ്കിലും പ്രവേശിക്കാൻ കുറച്ചു നേരം കഴിഞ്ഞാൽ തന്നെ സ്വപ്നം എങ്ങനെയാണോ റദ്ദാക്കപ്പെടുന്നത് അതുപോലെ നിങ്ങളുടെ അലൗകികമായിട്ടുള്ള അനുഭൂതിയും റദ്ദാക്കപ്പെടുമെന്ന് മാത്രമല്ല, സമാനമായ അലൗകികമായ അനുഭൂതിയുള്ള 10 പേരെ കൊണ്ടുവന്ന് അത് തള്ളുകയും ചെയ്യാം. ഇനി എത്ര മിനിറ്റ് സർ? 7. താങ്ക് യു. നല്ല ചൂടാണ്. എന്താണ് ജഗത്തിന്റെ കാരണം? ജഗത്തിന്റെ കാരണം എന്താണ്? ശങ്കരൻ പറഞ്ഞിരിക്കുന്ന അവിദ്യയാണെന്ന്. ശങ്കരൻ അവിദ്യ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും. ശങ്കരന് ശേഷം വന്നവർ ഇത് എങ്ങനെയാ കാണുന്നത് നോക്കാം. വേദാന്ത സരണിയിലുള്ള പ്രധാനപ്പെട്ട ചിന്തകന്മാർ എന്താണ് ജഗത്തിന്റെ കാരണം എന്ന് പറയുമ്പോൾ, ചില ആൾക്കാർ പറഞ്ഞു ബ്രഹ്മമാണ് കാരണം, ചില ആൾക്കാർ പറഞ്ഞു അതിന് ആഭാസവാദം എന്ന് പറയും. ഇപ്പൊ സുരേശ്വരനും മഹാജ്ഞാനമുനി ഇവർ രണ്ടുപേരുമാണ് യഥാർത്ഥത്തിൽ ഈ ആഭാസവാദം ഉന്നയിക്കുന്നത്. അതായത് ബ്രഹ്മമാണ് കാരണം. വചസ്പതി മിശ്രൻ, അദ്ദേഹത്തിന്റെ പത്മപാദർ, ശങ്കരാചാര്യരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. അദ്ദേഹം കുളത്തിലൂടെ നടന്നു വരുന്ന എല്ലാം താമരകളായി മാറി എന്നൊക്കെയാണ് പറയുന്നത്. വചസ്പതി മിശ്രനും പത്മപാദരും പറഞ്ഞത് അവിദ്യയും ബ്രഹ്മവുമാണ് കാരണമെന്നാണ്. അവിഛിന്നവാദം. ഇനി പ്രതിബിംബ വീക്ഷണവാദം എന്ന് പറയുന്നുണ്ട്. പ്രകാശാനന്ദ, മദന മിശ്രൻ പോലെയുള്ള പ്രശസ്തരായിട്ടുള്ള അദ്വൈത ശങ്കരാചാര്യ ശിഷ്യന്മാർ പറഞ്ഞിട്ടുള്ള. അപ്പൊ ശങ്കരാചാര്യ ശിഷ്യന്മാർ തന്നെ എന്താണ് ജഗത്തിന്റെ കാരണം എന്നുള്ള രീതിയിൽ 3 അഭിപ്രായം പറഞ്ഞു. ഒരു കൂട്ടർ പറഞ്ഞു ബ്രഹ്മം തന്നെയാണ്, ജഗത്തിന്റെ കാരണം ബ്രഹ്മം തന്നെയാണ്, അപ്പോ സംശയമൊന്നുമില്ല. ചിലർ പറഞ്ഞു അവിദ്യയാണ് കാരണം, മൂന്നാമത്തെ ആൾക്കാർ.
ചില പറഞ്ഞു ബ്രഹ്മവും അവിദ്യയാണ്. ബ്രഹ്മം തന്നെയാണ് ജഗത്തിന്റെ കാരണമെങ്കിൽ ബ്രഹ്മത്തിന്റെ ക്വാളിറ്റി എന്താണ്? സത്താണ് അല്ലെ? ഇപ്പോ ഈ സത്ത് അസത്ത് എന്ന് പറയുന്ന ഈ ശൂന്യവാദികളുടെ ഒരു ആശയമുണ്ട്. അസത്ത് അത് മായ ഏതാണ്ട് തുല്യമാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അസത്ത് എന്ന് ശൂന്യവാദികൾ പറഞ്ഞു തന്നെയാണ് ശങ്കര വേദാന്തത്തിൽ മായയായിട്ട് വരുന്നത്. ബ്രഹ്മമാണ് ജഗത്തിന്റെ കാരണമെങ്കിൽ ബ്രഹ്മം മിഥ്യയല്ല. മിഥ്യയല്ലാത്ത ഒന്ന്, ശ്രദ്ധിക്കുക, മിഥ്യയല്ലാത്ത ഒന്ന് എങ്ങനെയാണ് മിഥ്യയായ ഒന്നിന് ജന്മം നൽകുക? കാരണം ഇവർ പറയുന്ന ഒരു വെച്ചാൽ കാര്യകാരണ ബന്ധം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് കാരണത്തിന് ഉള്ള ഗുണങ്ങൾ കാര്യത്തിൽ പ്രതിഫലിക്കണം. പ്രതിഫലിച്ചില്ലെങ്കിൽ, ഞങ്ങൾ സയൻസ് അത് അംഗീകരിക്കുന്നില്ല പൂർണ്ണമായും. കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എമർജന്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഫാലസി ഓഫ് കോമ്പോസിഷൻ, ഫാലസി ഓഫ് ഡിവിഷൻ, ഈ രണ്ട് സാധനമുണ്ട്. വിശദീകരിക്കാൻ ഞാൻ. അപ്പോ കാരണത്തിന്റെ ഗുണങ്ങൾ കാര്യത്തിൽ പ്രതിഫലിച്ചിരിക്കണം. പ്രതിഫലിച്ചില്ല എങ്കിൽ എമർജന്റ് പ്രോപ്പർട്ടീസ് മാറ്റി നിർത്തിയാൽ കുറഞ്ഞ പക്ഷം കാരണത്തിന്റെ ഗുണത്തിന് വിപരീതമായ ഒന്ന് കാര്യത്തിലുണ്ടാവാൻ പാടില്ല. ബ്രഹ്മം സത്യം, തഥ്യ. എങ്ങനെ ബ്രഹ്മം കാരണമായ ജഗത്ത് മിഥ്യയാകും? നമ്പർ 1 ചോദ്യം. ഇനി ബ്രഹ്മവും അവിദ്യയുമാണ് കാരണമെങ്കിലോ? ബ്രഹ്മവും അവിദ്യയായി കാരണമെങ്കിൽ അവിടെ ആകെ പോയി. രണ്ടുണ്ട്. ബ്രഹ്മം മാത്രമല്ല, അവിദ്യയുണ്ട്. ബ്രഹ്മവും അവിദ്യയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജഗത്ത് നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. ഇനി അവിദ്യ മാത്രമാണ് കാരണമെങ്കിൽ അതിനേക്കാൾ വലിയ പൊട്ടത്തരമാണ്. എന്താണ് അവിദ്യ എന്ന് പറയുന്നത്? എന്താണ്? ഇഗ്നറൻസ് ആണ്. ഇഗ്നറൻസിലാണ് ഒരു മിഥ്യ നിങ്ങൾ തിരിച്ചറിയുന്നത്. ഇഗ്നറൻസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ക്വാളിറ്റിയാണ്. അത് മിഥ്യയ്ക്ക് തന്നെ തുല്യമാണ്. മിഥ്യ വെച്ചുകൊണ്ട്, മിഥ്യയുടെ സ്വഭാവമുള്ള ഒന്നിനെ വെച്ചുകൊണ്ട് മിഥ്യയെ തൂക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് മിഥ്യ തിരിച്ചറിയണമെങ്കിൽ തഥ്യയായ ഒന്ന്, സത്യമായ ഒന്ന് വെച്ച് വേണം അതിനെ തുലനം ചെയ്യാൻ. അവിദ്യയാണ് കാരണമെങ്കിൽ അത് ന്യായപരമായി, യുക്തിപരമായി അവിടെ നിലനിൽക്കില്ല. അപ്പൊ ഈ 3 രീതിയിലും, ആഭാസവാദമായാലും അവിഛിന്നവാദമായാലും പ്രതിബിംബ വീക്ഷണ വാദമായാലും, ഇതെല്ലാം അദ്വൈതികൾ പറയുന്നതാണ് കേട്ടോ. രവിചന്ദ്രൻ പറയുന്ന കാര്യമല്ല ഇത്. എനിക്ക് പറയാൻ പറയാറുണ്ട്, ഞാനത് പിന്നെ പറഞ്ഞോളാം. അദ്വൈതവാദികൾ പറയുന്ന അനുസരിച്ച് തന്നെ 3 രീതിയിലുള്ള കാരണങ്ങൾ. ഇനി മായ. സമയമുണ്ടല്ലോ സാർ? മായ എവിടുന്ന് വരുന്നു? മായ എവിടുന്നെങ്കിലും വരണമല്ലോ. അവിദ്യയിൽ നിന്ന് വരുന്നു. അവിദ്യയിൽ നിന്നാണ് മായ വരുന്നെങ്കിൽ മായ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? അവിദ്യയിൽ നിന്ന് വരുന്ന ഒന്നത്തെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതൊരു ചോദ്യമല്ലേ? അവിദ്യ എന്ന് പറയുന്നത് എന്താണ്? ഇഗ്നറൻസ്. ഇഗ്നറൻസിൽ നിന്നാണ് മായ ഉണ്ടാകുന്നത്. അപ്പൊ അത് മായയും അതേ ഗുണമല്ലേ ഉള്ളത്? അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയല്ലേ ചെയ്തത്? വളരെ കൃത്യമായ സാധനം. ഇനി ബ്രഹ്മത്തിന്റെ നിഷ്ക്രിയതയെക്കുറിച്ച് പറയുന്നു. ബ്രഹ്മം പരിണമിച്ച് ഇപ്പോ സ്വർണവും വളയും കമ്മലും എന്നൊക്കെ പറയുന്നുണ്ട്. സ്വർണം എന്ന് പറയുന്നത് കുറെ ചീളുദാഹരണങ്ങൾ. ഞാൻ പറയും, ഈ ഒരൊറ്റ ഉദാഹരണത്തിനും യാതൊരു വാലിഡിറ്റി ഇല്ല. കാരണം ഇതെല്ലാം തന്നെ രസം. ഇതല്ല, ബ്രഹ്മം എന്ന് പറയുന്നത് നോൺ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ദ്രവ്യ അതീതമായ ഒരു കൺസെപ്റ്റാണ്. ഞാനൊരു അദ്വൈതിയാണ് കേട്ടോ. ഞാനൊരു പക്ക അദ്വൈതിയാണ്. ശങ്കരൻ ദ്വൈതിയാണ്, ശങ്കരൻ അദ്വൈതിയല്ല. എന്റെ അദ്വൈതം എന്ന് പറയുന്നത് അഹം ദ്രവ്യാസ്മി തത്വമസി എന്നുള്ളതാണ്. ഒരു നക്ഷത്രം പൊട്ടിത്തെറിച്ച അല്ലെങ്കിൽ ഒരു ഗാലക്സി പൊട്ടിത്തെറിച്ച പദാർത്ഥങ്ങളിൽ നിന്ന് ഉരുവം കൊണ്ടതാണ് ഈ പ്രപഞ്ചവും ഈ ഭൂമിയും. ഈ പ്രപഞ്ചമല്ല, ഈ ഭൂമിയും. എന്നിലുള്ള എല്ലാ എലമെന്റ്സും തന്നെ എന്താണോ നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത്, ആ എലമെന്റ്സ് തന്നെയാണ് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. നക്ഷത്രങ്ങളും ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഞാനൊരു താരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു അദ്വൈതമാണ് എനിക്കുള്ളത്. എത്തീസമാണ്, നാസ്തികത മാത്രമേ അദ്വൈതമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഉഡായിപ്പാണ്. സമയം സർ? 1 മിനിറ്റ്. അപ്പം എന്റെ അദ്വൈതവാദം അതാണ്. ശങ്കരന്റെ അദ്വൈതവാദം എന്ന് പറയുന്നത്, ശങ്കരൻ ഇങ്ങനെ യുണൈറ്റ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് അങ്ങനെ പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഞാൻ പറഞ്ഞ 2 ആത്മാക്കളെ പറയുന്നുണ്ട്. നിഷ്ക്രിയമായ ബ്രഹ്മം എങ്ങനെയാണ് പരിണമിക്കുന്നുള്ള ചോദ്യമുണ്ട്. ഞാൻ അടുത്തിടെ സി രാധാകൃഷ്ണനുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഈ പുസ്തകത്തിലുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ ബ്രഹ്മം പരിണമിക്കുന്നുണ്ടെന്ന് പറയുന്നല്ലോ, അത് സക്രിയതയല്ലേ? ഞാൻ പറഞ്ഞു, അത് ഭാവാർത്ഥപരമായി മാറുകയാണ്. ഞാൻ പറഞ്ഞു, അത് അങ്ങനെ മാറൽ ഒരു ക്രിയയല്ലേ? അതൊരു ക്രിയയാണ്. അപ്പൊ അത് സക്രിയതയല്ലേ? അത് സക്രിയതയാണ്. ഞാൻ പറഞ്ഞു, സക്രിയതയായിട്ടുള്ള ഒരു സാധനം എങ്ങനെയാണ് നിഷ്ക്രിയമാകുന്നത്? അത് ഈ സക്രിയതയിൽ നിന്നാണ് നിഷ്ക്രിയത ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ ആ വീഡിയോ ഉണ്ട്. ഇത് ഒരു വലിയ ഉരുളൽ പ്രസ്ഥാനമാണ് ഈ വേദാന്തം. ഉരുണ്ടുരുണ്ട് ശരീരത്തിന്റെ മുഴുവൻ നാഡീഞരമ്പുകളും നശിപ്പിക്കുകയാണ്. വാചക കസർത്തുകൾ, ബൗദ്ധിക അഭ്യാസങ്ങൾ,
ന്യായവൈകല്യങ്ങൾ, ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വാദങ്ങൾ എന്റെ ബഹുമാനപ്പെട്ട എതിർ സംവാദകൻ മുന്നോട്ട് വെക്കുന്നതനുസരിച്ച് ബാക്കി കാര്യങ്ങളുമായി ഞാൻ അടുത്ത റൗണ്ടിൽ വരാം. താങ്ക് യു ഫോർ ലിസണിംഗ്.